सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। यस्त्वविज्ञानवान् भवति अयुक्तेन मनसा सदा तस्येन्द्रियाण्यवश्यानि दुष्टाश्वा इव सारथेः। यस्त्वविज्ञानवान् भवति अयुक्तेन मनसा सदा तस्येन्द्रियाण्यवश्यानि दुष्टाश्वा इव सारथेः। നമ്മൾ ശരീര രഥരൂപകൽപ്പന പഠിച്ചു. അവിടെ ശരീരത്തെ രഥമായും ഇന്ദ്രിയങ്ങളെ കുതിരകളായും മനസ്സിനെ ബുദ്ധിയെ സാരഥിയായും ശരീര ഇന്ദ്രിയ മനോയുക്തമായ ആത്മാവിനെ ഭോക്താവായും പറഞ്ഞു. ഈ ഒരു രൂപകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ജീവിത സന്ദേശമാണ് ഇനി പറയുന്നത്. യഹാതു അവിജ്ഞാനവാൻ ഭവതി. യാതൊരുവൻ അവിജ്ഞാനവാനാകുന്നുവോ, വിജ്ഞാനമാകുന്ന സാരഥിയോടല്ലാത്തവൻ, വിജ്ഞാനമാകുന്ന സാരഥിയോടല്ലാത്തവനായിട്ട് ആരാണോ ഉള്ളത്, അയുക്തേന മനസാ സദാ, യുക്തമല്ലാത്ത മനസ്സോടുകൂടെ. സാരഥി വിജ്ഞാനവാനല്ല, മനസ്സ് യുക്തവുമല്ല. എങ്കിൽ എന്ത് സംഭവിക്കും? തസ്യ ഇന്ദ്രിയാണി അവശ്യാനി, അവന്റെ ഇന്ദ്രിയങ്ങൾ വശ്യങ്ങളാവില്ല. ഇന്ദ്രിയങ്ങൾ വശ്യങ്ങളാവില്ല വെച്ചാൽ എന്താ ഉണ്ടാവുക? ഓരോ ഇന്ദ്രിയം ഓരോ വഴിക്ക് പോകും. നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനിരിക്കും, പഠിക്കാനിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി ചെയ്യാനിരിക്കും. പക്ഷെ ഓരോ ഇന്ദ്രിയവും അതിൻ്റെ പാട്ടിന് പോകും. എന്ത് കാര്യം? നേരം പോക്ക്, അത്രയേ ഉള്ളൂ. രഥത്തിലാവുമ്പോൾ രഥത്തിൽ കെട്ടി 5 കുതിരകൾ 5 വഴിക്ക് പോയാൽ അവിടെ തന്നെ തലകുത്തം മറിയും, അപകടം പറ്റും. ഇതാണ് സംഭവിക്കുന്നത്. ദുഷ്ടാശ്വാ ഇവ സാരഥേഹേ, സാരഥേഹേ ദുഷ്ടാശ്വാഹ ഇവ, സാരഥിയുടെ ദുഷ്ടാശ്വങ്ങളെ പോലെ, ദുഷിച്ച അശ്വങ്ങളെ പോലെ. അതുകൊണ്ട് അശ്വങ്ങളെ ശരിക്ക് പാകപ്പെടുത്തണം. അതിനുള്ള പരിശീലനമുണ്ട്. നല്ല പരിശീലനം സിദ്ധിച്ചവയായിരിക്കണം കുതിരകൾ. പരിശീലനം സിദ്ധിച്ചാലും ശരി, വണ്ടിയിൽ പൂട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ജാതിയിൽ കണ്ണിന് പടം കെട്ടാറുണ്ട്. അപ്പുറവും കാണില്ല അപ്പുറവും കാണില്ല, നേരെ റോഡ് മാത്രം കാണും. സുഖമായിട്ട് നേരെ പോയിക്കോളുക. അങ്ങോട്ട് നോക്കിയാൽ പുല്ല് വളർന്നു നിൽക്കുന്ന കണ്ടാൽ അങ്ങോട്ട് പോകാൻ തോന്നും. ഇപ്പുറത്ത് മുതിര കണ്ടാൽ അങ്ങോട്ട് പോകാൻ തോന്നും. രഥയാത്ര എന്താവും? അതിന് നിപുണനായിരിക്കണം
സാരഥി. ആ സാരഥിയുടെ കയ്യിൽ കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ സുശക്തമാകണം. ഇത്രയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുഷ്ടാശ്വായിവ സാരഥേഹേ. നോക്കൂ, തത്രൈവം സതി യസ്തു ബുദ്ധ്യാഖ്യഃ സാരഥിഃ അവിജ്ഞാനവാൻ അനിപുണഃ അവിവേകി പ്രവൃത്തൗ ച നിവൃത്തൗ ച ഭവതി യഥാ ഇതരഃ രഥചര്യായാം അയുക്തേന അപ്രഗൃഹീതേന അസമാഹിതേന മനസാ പ്രഗ്രഹസ്ഥാനീയേന സദാ യുക്തോ ഭവതി തസ്യ അകുശലസ്യ ബുദ്ധിസാരഥേഃ ഇന്ദ്രിയാണി അശ്वस्थानीयानि അവശ്യാനി അശക്യ നിവാരണാനി ദുഷ്ടാശ്വ അദാന്താശ്വ ഇവ ഇതര സാരഥേഃ ഭവന്തി. തത്രൈവം സതി യസ്തു ബുദ്ധ്യാഖ്യഃ സാരഥിഃ അവിജ്ഞാനവാൻ അനിപുണഃ അവിവേകി പ്രവൃത്തൗ ച നിവൃത്തൗ ച ഭവതി യഥാ ഇതരഃ രഥചര്യായാം അയുക്തേന അപ്രഗൃഹീതേന അസമാഹിതേന മനസാ പ്രഗ്രഹസ്ഥാനീയേന സദാ യുക്തോ ഭവതി തസ്യ അകുശലസ്യ ബുദ്ധിസാരഥേഃ ഇന്ദ്രിയാണി അശ്वस्थानीयानि അവശ്യാനി അശക്യ നിവാരണാനി ദുഷ്ടാശ്വാഃ അദാന്താശ്വാഃ ഇവ ഇതര സാരഥേഃ ഭവന്തി. അങ്ങനെയായിരിക്കെ, തത്രൈവം സതി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കെ. എങ്ങനെയായിരിക്കെ? ഈ പറഞ്ഞ കൽപ്പന നിലനിൽക്കെ, രഥരൂപ കൽപ്പന നിലനിൽക്കെ. ബുദ്ധ്യാഖ്യഃ സാരഥിഃ, ബുദ്ധി എന്നുള്ള പേര്, ബുദ്ധി എന്ന പേരുള്ള സാരഥി, ബുദ്ധിയാകുന്ന സാരഥി, അവിജ്ഞാനവാൻ അനിപുണൻ, പണിക്ക് കൊള്ളാത്തവൻ, വണ്ടി ഓടിക്കാൻ അറിയാത്തവൻ, അനിപുണ അവിവേകി പ്രവൃത്തൗച്ച നിവൃത്തൗച്ച ഭവതി. വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലും നിവൃത്തിയിലും പ്രഗത്ഭനായിരിക്കണം. പ്രവർത്തിക്കേണ്ടതിലേക്ക് പ്രവർത്തിപ്പിക്കണം, നിവർത്തിപ്പിക്കേണ്ടപ്പോൾ നിവർത്തിപ്പിക്കണം. ഓടിക്കേണ്ടപ്പോൾ ഓടിക്കണം, നിർത്തേണ്ടപ്പോൾ നിർത്തണം. നിർത്തിയാൽ മാത്രം പോരാ, പിന്തിരിപ്പിക്കണം വെച്ചാൽ പിന്തിരിപ്പിക്കുകയും വേണം. അങ്ങനെയല്ലാത്തവൻ അവിവേകി. യഥാ ഇതരഃ രഥചര്യായാം അയുക്ത രഥചര്യായാം യഥാ ഇതരഃ രഥചര്യായാം, എപ്രകാരം മറ്റൊരാൾ രഥചര്യയിൽ, ഇതിപ്പോൾ രഥമല്ലല്ലോ, രഥമായിട്ട് ഉപമിച്ചിരിക്കുകയല്ലേ. അപ്പം ശരിയായ രഥചര്യയിൽ നിപുണനല്ലാത്ത സാരഥിയെ പോലെയുള്ള സാരഥി ബുദ്ധി. അയുക്തേന അപ്രഗൃഹീതേന അസമാഹിതേന മനസാ, ഒട്ടും നിയന്ത്രിക്കപ്പെടാത്ത മനസ്സോടുകൂടിയവനായിട്ട്, മനസ്സ് തോന്നണ പോലെ ഓടുകയാണ് പലതിൻ്റെ പിന്നാലെ. അത് വേണം തോന്നി അതിൻ്റെ പിന്നാലെ, ഇത് വേണം തോന്നി ഇതിൻ്റെ പിന്നാലെ. കുറച്ച് വേദാന്തം പഠിക്കണം തോന്നി, അങ്ങനെ ആശ്രമത്തിൽ പോയി. പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് കള്ളു കുടിക്കണം തോന്നി, അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കിന് ഇപ്പുറത്ത് പോകണം തോന്നി. ഇങ്ങനെ തോന്നണം. അങ്ങനെയുള്ള പ്രഗ്രഹത്തോടു കൂടിയവൻ തസ്യ അകുശലസ്യ, അവൻ കുശലനല്ല, അവൻ രഥചര്യയിൽ കുശലനല്ല. അങ്ങനെ കുശലനല്ലാത്ത
ബുദ്ധിസാരഥേഹേ, ബുദ്ധിസാരഥിക്ക്, ബുദ്ധിയാകുന്ന സാരഥിക്ക് ഇന്ദ്രിയാണി അവശ്യാനി, അശ്വസ്ഥാനീയാനി ഇന്ദ്രിയാണി അവശ്യാനി, ഇന്ദ്രിയങ്ങൾ അവശ്യങ്ങളായിരിക്കും, വശ്യങ്ങളായിരിക്കില്ല, വശകങ്ങളായിരിക്കില്ല. കുതിരയുടെ സ്ഥാനത്തുള്ളവ അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടാവും അല്ലേ? അതെ. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട്. അതാണ് മിക്കവാറും ആൾക്കാരത് അങ്ങനെയാണ്. അതാണ് നമുക്ക് പറ്റുന്നത് കുഴപ്പം. പിന്നെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. അശക്യ നിവാരണാനി, നിവാരണം ചെയ്യാൻ സാധിക്കാത്തവയായി തീരും ആ കുതിരകൾ. പിന്നെ ഒരു വേഗം ആയിക്കഴിഞ്ഞാൽ പിന്നെ കുതിരകളെ നിയന്ത്രിക്കാൻ പറ്റില്ല, തുടക്കത്തിലേ നിയന്ത്രിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലേക്ക് വേഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, വേഗം വരുന്നതിന് മുമ്പ് നിയന്ത്രിക്കണം. ഒരു 30 കിലോഗ്രാം തൂക്കമുള്ളൊരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ ഊഞ്ഞാലിലാട്ടുക എന്ന് വിചാരിച്ചോളൂ. ആ കുട്ടി നിപുണനാണ്, നല്ല ആടും. ഒരു 4-5 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് അവൻ മരത്തിൻ്റെ ഇല തൊട്ട് വരുന്ന ജാതിയിലാടുക. ഇനി അവനെ പിടിക്കാൻ പറ്റുമോ? ഈ ആട്ടി കൊടുത്ത ആൾക്ക് പിടിക്കാൻ പറ്റുമോ? പല്ല് പോവും. പല്ല് പോവല്ല, ചിലപ്പം എല്ലടക്കം പോവും, തെറിച്ചു പോവും. എന്നാൽ അയാൾ വേഗം കൂടുന്നതിന് മുമ്പ് വെച്ചാൽ പിടിക്കാൻ പറ്റും. ആട്ടി രണ്ടാമത്തെ ആട്ടലിനൊക്കെ പിടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ. വേഗം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ നിയന്ത്രിക്കാൻ നോക്കിയാൽ അപകടമാണ്. ഒരു വേഗത്തെയും ബലപൂർവകം തടുക്കാൻ പാടില്ല. ഒരു വേഗത്തെയും ബലപൂർവകം തടുക്കാൻ പാടില്ല, അപകടം ചെയ്യും. അത് മറ്റു പലതുമായിട്ട് പുറത്തു വരും. ദേഷ്യായിട്ടോ, മുഖം വീർപ്പിച്ച് നടക്കലായിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ലഹള കൂടുന്നതായിട്ടോ, അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തു വരും വേഗങ്ങളെ തടുത്താൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. വാസനയാണല്ലോ തള്ളിവിടുന്നേ. പരിശ്രമം കൊണ്ട് എന്തായാലും ഇപ്പോൾ വാസനയാണ്. വാസന അവിടെ ഉണ്ട് പറഞ്ഞ് ഇരുന്നാൽ പറ്റുമോ? അവനൊന്ന് പാകപ്പെടുത്താൻ നോക്കണ്ടേ? വാസനാനുരൂപം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ പുരുഷാർത്ഥത്തിൻ്റെ ആവശ്യമില്ല, സാധനയുടെ ആവശ്യമില്ല, ഗുരുവിൻ്റെ ആവശ്യമില്ല. എന്താ വാസന? അതുപോലെയൊക്കെ ശരി, അത് ഉയർന്നൊരു തലമാ. അതുപോലെ അവധൂത വൃത്തിയാണെങ്കിൽ തിരക്കേടില്ല. അല്ലാതെ വാസനാനുരൂപം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർക്ക്? അതെ, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു സാമൂഹികമായ നിയമക്രമങ്ങൾക്കപ്പുറത്ത് യഥേഷ്ടം വർത്തിക്കുന്ന ആളാണെങ്കിൽ സാരമില്ല, അല്ലാതെ വയ്യ. വാസന ആണ് പറഞ്ഞിരുന്നാൽ പറ്റില്ല, അതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. ഈ വാസനയെ ഉണ്ടാക്കിയത് നമ്മൾ തന്നെ സംസ്കാരങ്ങളിലൂടെയാണ്. നമുക്ക് തന്നെ മാത്രമേ അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കാനും പറ്റൂ. അതുകൊണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത്. നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും നിന്നൊരിക്കലും നീ ക്ഷയിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. അദാന്താശ്വായി വസാരഥേ, അദാന്താശ്വം പോലെ, ഒരിക്കലും ദമം ചെയ്യപ്പെടാത്ത കുതിരയെപ്പോലെ യവൻ്റെ ഇന്ദ്രിയങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിന് വരും, വേറൊരു കാര്യത്തിന് പോകും. എന്താ ചെയ്യാ? അതിനൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറയരുത്. പൊതുവെ നമ്മുടെ സ്വഭാവമാണ്
നമ്മൾ ഉത്കൃഷ്ടമെന്ന് മനസ്സിലാക്കുന്നതല്ലാതെ അനുവർത്തിക്കുന്നവരെ മുഴുവൻ കുറ്റം പറയുക എന്നുള്ളത്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ വിഷമം നമുക്കറിയോ? ഇവിടെ ഒരു നേരം പോക്കുണ്ടായി. ഒരു ദിവസം ഇവിടുത്തെ വേദാന്ത ക്ലാസ്സിലാണ് എന്തോ സന്ദർഭം പറഞ്ഞപ്പോൾ സാമാന്യ ധർമ്മ മര്യാദകളെക്കുറിച്ച് ചില വിഷയങ്ങൾ, പരാമർശങ്ങൾ വന്നു. അങ്ങനെ പ്രഭാഷണ മധ്യേ പല പരാമർശം വരുമല്ലോ. അപ്പോൾ ഒരു കാരണവശാലും നിന്ന് മൂത്രമൊഴിക്കരുത്, ഇരുന്നിട്ടേ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ, മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണം, ശൗചം ചെയ്യാതിരിക്കരുത്. പൊതുവെ ഇന്ന് ഹിന്ദു സമൂഹത്തിൽ കുറവാണിത്. പൊതുവെ ശൗചം ചെയ്യുന്നത് കുറവാണ്. തെറ്റാണത്. ശൗചം ചെയ്യണം, നിന്നിട്ട് മൂത്രമൊഴിക്കരുത്, ഇരുന്നിട്ടേ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് സാമാന്യ ധർമ്മമാണ്, വിശേഷധർമ്മമല്ല, ആപദ്ധർമ്മമല്ല. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ അന്ന് നമ്മൾ വൈകുന്നേരം പ്രഭാഷണത്തിന് പോകുമ്പോൾ കൂടെ വന്നിട്ടുണ്ട്. അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക, ഇത് പരദൂഷണമല്ല ഉദ്ദേശം, വസ്തുത പറയുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡുമ്മൽ ഒരാൾ നിന്ന് മൂത്രമൊഴിക്കണേ കണ്ടു. ഉടനെ ഇയാൾ ഒച്ചത്തിൽ, കണ്ടോ സംസ്കാരമില്ലാത്തവൻ നിന്ന് മൂത്രമൊഴിക്കണേ കണ്ടോന്ന്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ അയാളുടെ കാലിന് വയ്യായി ഉണ്ടോ? അയാളെ മുട്ട് മടക്കാൻ പറ്റാത്ത രോഗമുണ്ടോ? അയാൾക്ക് ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ അയാൾ ആരാന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഇത് പറയാൻ എളുപ്പമാണ്. നിന്നിട്ട് മൂത്രമൊഴിക്കരുത്, ഇരുന്നിട്ടേ മൂത്രമൊഴിക്കാൻ. ഇരിക്കാൻ പറ്റാത്ത ആളെന്ത് ചെയ്യും? നിന്നിട്ട് മലവിസർജനം ചെയ്യേണ്ടി വരില്ലേ വയ്യാതായി കഴിഞ്ഞാൽ? അപ്പോൾ ഒരിക്കലും മറ്റൊരാളെ അളക്കാനോ തൂക്കാനോ പോവാതിരിക്കുക. അയാളുടെ സ്ഥിതി എന്താണ്, അയാളുടെ ശാരീരിക സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പം ഇച്ചിരി ശാസ്ത്രം പഠിച്ചാലുള്ള കുഴപ്പം അതൊക്കെ. ഒന്നുകിൽ സമ്യക്കായി പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം. പഠിക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. എന്താ പഠിക്കാതിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ? പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? അവർ സന്തോഷമായിട്ട് ജീവിക്കണില്ലേ? സന്തോഷമായി ജീവിക്കേണ്ടത്. പഠിക്കുകയാണെങ്കിൽ ശരിക്കും പഠിക്കണം. ഇല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ അത് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ തൂക്കാനും അളക്കാനും ഒക്കെയാണ്. ഇയാളല്ലെങ്കിൽ അന്ന് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ ഇവിടുന്ന്. അന്ന് തന്നെ ഒന്ന് ആലോചിച്ച് വെക്കും. അപ്പോൾ സാമാന്യധർമ്മം, വിശേഷധർമ്മം, ആപദ്ധർമ്മം ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് സാധ്യതയുള്ളിടത്തോളം നമ്മൾ സാമാന്യധർമ്മം പാലിക്കണം. ഇത്രയേ ഉള്ളൂ. ചിന്തിക്കുക. അപ്പൊ ഇതിന് നേരെ വിപരീതം പറയുകയാണ്. യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വാ ഇവ സാരഥേഃ. യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വാ ഇവ സാരഥേഃ. യസ്തു വിജ്ഞാനവാൻ ഭവതി, യാതൊരാൾ വിജ്ഞാനവാനായിരിക്കുന്നുവോ, രഥശര്യയിൽ നിപുണൻ, കുതിരയെ തെളിക്കാനും പിന്തിരിപ്പിക്കാനും സമർത്ഥൻ, യുക്തമായ മനസ്സോട് കൂടിയവൻ, നല്ല കടിഞ്ഞാണോട് കൂടിയവൻ. തസ്യ ഇന്ദ്രിയാണി വശ്യാനി, അവൻ്റെ ഇന്ദ്രിയങ്ങൾ വശ്യങ്ങളായിരിക്കും. ഏതുപോലെ? സദശ്വാ ഇവ സാരഥേഃ, സാരഥിയുടെ സദശ്വങ്ങളെപ്പോലെ. അതിന് പട്ടയം കെട്ടണ്ട, ഒന്നും വേണ്ട. നമ്മൾ ചെറുപ്പത്തിൽ വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ കണ്ടൊരു ഓർമ്മ പങ്കുവയ്ക്കാം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം.
ഒരു പോത്തും വണ്ടിക്കാരനുണ്ടായിരുന്നു. ആ നാട്ടിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട് അറിയപ്പെടുന്ന ആളാണ്, സത്യസന്ധനാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇയാളെ എടുത്താണ് സാധനങ്ങൾ കൊടുക്കുക. സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, നാട്ടിൽ സ്വരൂപിച്ച വസ്തുക്കൾ അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങാടി സാധനങ്ങൾ ഇയാൾ കൊണ്ടുവരും. ഇങ്ങനെ രണ്ട് പണിയാണുള്ളത്. അങ്ങനെ ഇയാൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ പോകും. ആഴ്ചയിൽ 2 പ്രാവശ്യം. നാട്ടിലെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അടയ്ക്ക, കുരുമുളക്, ഇങ്ങനെ പലതും ഉണ്ടാവും. അത്യാവശ്യം റബ്ബർ, അങ്ങനെ പലതും ടൗണിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും. ടൗണിൽ നിന്നിട്ട് പല സാധനവും, അരി, തീപ്പെട്ടി, അത് ഇത് എന്നും പറഞ്ഞിട്ട് എല്ലാ സാധനവും ഉണ്ടാവും കടയിൽ വിൽപ്പനയ്ക്കുള്ള. അപ്പം ഇയാൾ ഇതെല്ലാം വണ്ടി കയറ്റി, നല്ല ആരോഗ്യമുള്ള 2 പോത്തുകളാണ്, ഇയാൾ പോവും. ഇയാൾ പോയി വളരെ സമയം പിടിക്കും എത്താൻ. ദൂരെയാണ് അങ്ങാടി. 20 കിലോമീറ്റർ, 20-ലധികം കിലോമീറ്റർ ഉണ്ട്. 24 കിലോമീറ്ററോളം ഉണ്ട് അങ്ങാടിയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് മടങ്ങി വരും. രാത്രിയായിരിക്കും. വണ്ടിയുടെ അടിയിലൊരു പാനീസ് വിളക്ക് തൂക്കി വെക്കും, റാന്തൽ. അതാണ് വെളിച്ചം, അതാണ് ഹെഡ്ലൈറ്റ്. വണ്ടീൻ്റെ തണ്ടിൻ്റെ അടിയിലാണ് തൂക്കി വെക്കുക. ഇയാൾ സുഖമായി കിടന്നുറങ്ങും വണ്ടിയിൽ. പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇയാൾ വണ്ടി തെളിക്കുകയില്ല, ഒന്നുമില്ല, സുഖമായി കിടന്നുറങ്ങും. ഈ പോത്തുകൾ ഈ റോഡിലൂടെ നടന്ന് വന്ന് ഇയാളുടെ വീടിൻ്റെ അടുത്തെത്തിയാൽ ഇളകാതെ നിൽക്കും. അതതിൻ്റെ അത്ഭുതം. തങ്ങളുടെ യജമാനൻ ഉണർന്നു പോയാലോ, വെളിച്ചായി കഴിഞ്ഞാൽ അവർ ഇളക്കും. അപ്പോഴാണ് ഇയാൾ ഉണരുക. അതെ, അപ്പോൾ ഇവരഴിച്ചു വിട്ട് വെള്ളം കൊടുത്ത് തീറ്റ കൊടുത്ത്. എന്തൊരു അത്ഭുതം എന്നാലോചിച്ച് നോക്കും. ഇയാൾ എപ്പോഴാണ് ഉറങ്ങണമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഉറങ്ങിയിട്ടാണ് നാട്ടിലേക്ക് എത്തുക. വഴിക്കൽ ഇവിടുന്ന് അർദ്ധരാത്രി ആകുമ്പോൾ അയാൾ ഉറങ്ങുമായിരിക്കും. ആലോചിച്ച് നോക്കൂ. ഇത് കണ്ട് ഞാൻ 2 പോത്തിനെ വാങ്ങി, വണ്ടി കെട്ടി കിടന്നുറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? പോത്തിൻ്റെ വഴിക്ക് പോവും, ഞാൻ വീണ് ശരിയാവും. അല്ലാണ്ടെന്താ? പോത്തോടും, പോത്ത് വല്ലാതെ ഓട്ടോടും. പോത്ത് വലിയ വേഗതയിലോടും, ആ നിയന്ത്രണം ഇല്ലാണ്ടോടും പോത്ത്. ഈ കാളപൂട്ടിന് ഒരു പോത്തിനെ കെട്ടാറുണ്ട്. പോത്ത് കാളേനെയും വലിച്ചോടും. കാളപൂട്ട് കണ്ടിട്ടില്ലേ? കാളപൂട്ടിന് ഒരു സൈഡിൽ പോത്തിനെ കെട്ടുന്നവരുണ്ട്. ഒരു കാള, ഒരു പോത്ത്. പോത്ത് പോക്കെന്താണ്? കാളേനെയും വലിച്ച് പോത്ത് പോവും. പോത്തങ്ങനെ ഇരുന്നോട്ടെ. അത് ചിലർ ചോദിക്കും, യമൻ എന്തിനാ പോത്തിനെ തിരഞ്ഞെടുത്തതെന്ന്. അത് വല്ലാത്ത സാധനമാണത്, അത് വിചാരിക്കണ പോലെയല്ല. പക്ഷെ ഇത് എന്തൊരു അത്ഭുതം എന്ന് ആലോചിച്ച് നോക്കുന്നത്. എത്ര ഇയാളുടെ പോത്തും വണ്ടി തൂങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ബാക്കിൽ തൂങ്ങി പോത്തിന് ദോഷം എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ശരിയാണ്. പക്ഷെ കാട്ടുപോത്തിന് റിയാക്ഷൻ കൂടുതലാട്ടോ. അല്ല, കാട്ടുപോത്ത് പക്ഷെ സ്നേഹം ഉള്ള ആളാ, സ്നേഹിക്കും.
ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ അതിനെ നമ്മൾ ഉപദ്രവിച്ച് അപ്പ വിട്ടു, അതിനെ പേടിപ്പിച്ച് അപ്പ വിട്ടു. അല്ലെങ്കിൽ നല്ല സ്നേഹമാണ് കാട്ടുപോത്തിന്, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നമ്മളതിൻ്റെ അടുത്ത് കൂടെ പോവുകയെ ചേർന്ന് നടന്നാലും ഒന്നും ചെയ്യില്ല, ചേർന്ന് നടന്നാലും ഒന്നും ചെയ്യില്ല. എന്ന് മാത്രമല്ല വലിയ സ്നേഹമാണ് കാട്ടുപോത്ത്. ഒരമ്മ ഉണ്ടായിരുന്നു, അമ്മ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഒരു കൊടജാദ്രിയിൽ മുമ്പ് അഗസ്ത്യ തീർത്ഥത്തിൽ ആശ്രമമായിട്ട് കഴിഞ്ഞതാ. അവർ രാമാന്ന് വിളിച്ചാൽ ഓടി വരും പോത്ത്. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അപ്പം കൊടുക്കും. രാമാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഓടിയെത്തും. ഓ എന്ത് വലിയ കാട്ടുപോത്താണോ, അയ്യോ അയ്യോ കണ്ടാ പേടിയാവും, കണ്ടാ പേടിയാവും, അത്ര വലുത. അപ്പം വന്ന് കഴിച്ചു പോകും. അവരവിടെ മുകളിൽ തപസ് ചെയ്ത് കഴിഞ്ഞതാ, ഏറ്റവും മുകളിൽ. ശരി. അപ്പം വിജ്ഞാനവാനായി യുക്തമായ മനസ്സോട് കൂടിയവനായാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ വശ്യങ്ങളായിരിക്കും. ഈ വശ്യങ്ങളെല്ലാം ഈ പോത്തൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ഈ പോത്തിൻ്റെ വഴിക്ക് പോയത് വശ്യങ്ങളാണ്. അതിന് തെളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ ആയിരിക്കും നമ്മൾ. ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല, അത് വേണ്ട വഴിക്ക് അങ്ങനെ പൊയ്ക്കോളും, നിയന്ത്രിക്കാൻ പറ്റും. യസ്തു പുനഃ പൂർവോക്ത വിപരീത സാരഥി ഭവതി വിജ്ഞാനവാൻ പ്രഗൃഹീതമനഃ സമാഹിതചിത്തഃ സദാ തസ്യ അശ്वस्थാനീയാനി ഇന്ദ്രിയാണി പ്രവർത്തയിതും നിവർത്തയിതും വാ ശക്യാനി വശ്യാനി ദാന്താഃ സദശ്വാഃ ഇവ ഇതരസാരഥേഃ. യസ്തു പുനഃ പൂർവോക്ത വിപരീതഃ സാരഥിഃ ഭവതി വിജ്ഞാനവാൻ പ്രഗൃഹീതമനഃ സമാഹിതചിത്തഃ സദാ തസ്യ അശ്वस्थാനീയാനി ഇന്ദ്രിയാണി പ്രവർത്തയിതും നിവർത്തയിതും വാ ശക്യാനി വശ്യാനി ദാന്താഃ സദശ്വാ ഇവ ഇതരസാരഥേഃ. ലളിതമാണ്, പറയേണ്ട ആവശ്യമേയില്ല. യാതൊരുവൻ പൂർവോക്ത വിപരീതനായിട്ടുള്ളവൻ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിപരീതനായിട്ടുള്ളവൻ, അങ്ങനെയുള്ള സാരഥി ആരാണ്? വിജ്ഞാനവാൻ. പോരാ, പ്രഗൃഹീതമനാഹ, നിയന്ത്രിക്കപ്പെട്ട മനസ്സോടു കൂടിയവൻ, സദാ എപ്പോഴും അവൻ്റെ അശ്वस्थാനീയങ്ങളായ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും ശക്യങ്ങളായിരിക്കും. ഏതുപോലെ? ദാന്താഹ സദശ്വാഹ ഇവ, നല്ല നിയന്ത്രിക്കപ്പെട്ട സദശ്വങ്ങളെപ്പോലെ. ഇതരസാരഥേഃ. യസ്യ പൂർവോക്തസ്യ അവിജ്ഞാനവതഃ ബുദ്ധിസാരഥേഃ ഇദം ഫലം. ആയിക്കോട്ടെ. അപ്പം ഇവിടെ രണ്ട് തരത്തിൽപ്പെട്ട സാരഥിമാരെ പറഞ്ഞു. ഒന്ന് വിജ്ഞാന സാരഥി, രണ്ട് അവിജ്ഞാന സാരഥി. ഒരാൾ രഥചര്യയിൽ നിപുണൻ, ഒരാൾ അനിപുണൻ. രണ്ട് തരത്തിൽപ്പെട്ടവരും ഉണ്ട്. എന്താണ് ഇവരുടെ ഫലം? ജീവിതത്തിൽ ഇവരുടെ ഫലം എന്താണ്? ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊന്നും നിയന്ത്രിക്കാൻ തീരുമാനിച്ചിട്ടില്ല, സന്തോഷം. ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഗുരുപദേശം അനുസരിച്ച് നിയന്ത്രിക്കാൻ തയ്യാറാണ്, സന്തോഷം. രണ്ടും സന്തോഷമാണ്. കാരണം അവനവൻ്റെ ജീവിതമാർഗം മുന്നോട്ട് നയിക്കേണ്ടത് അവനവനാണ്, അത് വേറൊരാൾക്ക് അധികാരപ്പെട്ടതല്ല. പക്ഷേ അതിലൂടെ അവരെത്തിച്ചേരുന്ന ഫലം നിശ്ചിതമാണ്. അതെന്താണ്? നോക്കൂ. യസ്ത്വവിജ്ഞാനവൻ ഭവതി അമനസ്കഃ സദാ ശുചിഃ ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി. യസ്ത്വവിജ്ഞാനവൻ ഭവതി അമനസ്കഃ സദാ ശുചിഃ
ന സ തത്പദമാപ്നോതി സംസാരം ചാധിഗച്ഛതി. യസ്തു അവിജ്ഞാനവാൻ ഭവതി, അവിജ്ഞാനവാനാകുന്നുവോ. നേരത്തെ പറഞ്ഞു അത്. വിജ്ഞാനസാരഥി അല്ലാത്തവൻ അഥവാ ഇല്ലാത്തവൻ. എങ്ങനെയുള്ളവൻ? അമനസ്ക, മനസ്സ് നിയന്ത്രണത്തിലില്ലാത്തവൻ. തോന്നിയോണം അവ മെയ്യാണ്. ഇരുത്തിയെടുത്ത് ഇരിക്കില്ല. അപ്പം ചാടി കുരങ്ങനെ പോലെയാണ് വേറെ സ്ഥലത്ത് പോയിരിക്കും, അവിടുന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കും, അവിടുന്ന് വേറെ സ്ഥലത്ത് പോയിരിക്കും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഇപ്പം തന്നെ എവിടേക്കാണ് ഓരോരുത്തരുടെ ചാടി പോകണമെന്നുള്ളത് പറയാൻ വയ്യ. ആലോചിച്ച് നോക്കൂ. സദാ അശുചി, എപ്പോഴും അശുചിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കണോണ്ട് മനസ്സ് അശുചിയാണ്, ശുചിയല്ല. എന്താ ഫലം? സഹ തത്പദം ന ആപ്നോതി, ആ പരമപദത്തെ അവൻ പ്രാപിക്കുക ഇല്ല. പദം ഇവിടെ ഓങ്കാരമാകുന്ന പദത്തെ പറഞ്ഞു, ആ പദത്തെ അവൻ പ്രാപിക്കുകയില്ല. പിന്നെ അവൻ എന്താ ഫലം? സംസാരം ചാധിഗച്ഛതി, അവൻ സംസാരത്തെ, ഈ കുടിലഗതിയോടുകൂടിയ ജനന മരണങ്ങളുടെ ചക്രഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് ഫലം. യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്കഃ അപ്രഗൃഹീതമനസ്കഃ സഹ തത ഏവ അശുചിഃ സദൈവ ന സ രഥി തത് പൂർവോക്തമക്ഷരം യത് പരം പദം ആപ്നോതി തേന സാരഥിന. ന കേവലം കൈവല്യം നാപ്നോതി സംസാരം ച ജന്മമരണലക്ഷണം അധിഗച്ഛതി. യഹ തു അവിജ്ഞാനവാൻ ഭവതി അമനസ്കഃ അപ്രഗൃഹീതമനസ്കഃ ന സഹ തത ഏവ അശുചിഃ സദാ ഏവ ന സ രഥി തത്പൂർവോക്തം അക്ഷരം യത് പരം പദം ആപ്നോതി തേന സാരഥിന. ന കേവലം കൈവല്യം നാപ്നോതി സംസാരം ച ജന്മമരണലക്ഷണം അധിഗച്ഛതി. ഇനി യാതൊരാളാണോ അവിജ്ഞാനവാനായിട്ടുള്ളത്, അമനസ്കഃ അപ്രഗൃഹീത മനസ്കഃ, നിയന്ത്രിക്കപ്പെടാത്ത മനസ്സോടുകൂടി, ഒരു നിയന്ത്രണമില്ല, തോന്നിയോണം. അതുകൊണ്ട് തന്നെ അശുചിയാണ്. എവിടേക്കാ പോയിരിക്കുക എന്ന് പറയാൻ വയ്യ, അശുചിയാണ്. ദുഃഖമുള്ളവൻ പറയാം. ഒട്ടും ശുചിയല്ല, അവന് ക്ലേശങ്ങളേ ഉള്ളൂ. അവിടെയും പോയിരുന്നു, ഇവിടെയും പോയിരുന്നു, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോയി. ഒരു നിക്കക്കള്ളിയില്ല, ഒരു ഇരിക്കപ്പുറതിയില്ല. അതാണ് നസരഥി. അങ്ങനെയുള്ള രഥി പൂർവോക്തമക്ഷരം, നേരത്തെ പറഞ്ഞ അക്ഷരം, ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം എന്ന് പറഞ്ഞ അക്ഷരത്തെ തത്പദം സംഗ്രഹേണ ബ്രവീമി എന്ന് പറഞ്ഞ ആ പദത്തെ നാപ്നോതി തേന സാ, ഈ ഡ്രൈവറെയും കൊണ്ട് അവിടെ എത്തില്ല. തേന സാരഥിന, ഈ ഡ്രൈവറെയും കൊണ്ട് അവിടെ എത്തില്ല. അടിയന്തരമായിട്ട് ഡ്രൈവറെ മാറ്റണം. മാറ്റാൻ പറ്റുമോ? മാറ്റാൻ ഇനി പറ്റില്ല. ഈ ശരീരത്തിൽ ഇപ്പം ഇനി നമുക്ക് ബുദ്ധിനെ മാറ്റാൻ പറ്റില്ല, മനസ്സിനെ മാറ്റാൻ പറ്റില്ല, ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ ക്രമീകരിച്ചൊക്കെ ഒന്നും എനിക്ക്
ഒന്ന് പാകപ്പെടുത്തി പരിശീലനം കൊടുത്ത് നേരെയാക്കാൻ ശ്രമിക്കാനേ പറ്റൂ. അത് എല്ലാവരെയും നേരെയാക്കാമെന്നും വിചാരിക്കണ്ട. ഞാൻ അതും പറയാം. തീരെ അങ്ങോട്ട് വശപ്പെടാത്ത ആൾക്കാരെ എങ്ങനെയാ ഒന്ന് പാകപ്പെടുത്തുക? പ്രാഥമികമായ ജപം പോലും ചെയ്യാൻ തയ്യാറില്ല. അവനെന്ത് ചെയ്യും? ബാക്കി പോട്ടെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒന്നും പറയാൻ വയ്യ. അപ്പൊ പാകപ്പെടുത്തല്ലാതെ നമുക്കിനി വേറെ വഴിയില്ല. പുതിയൊരു ബുദ്ധിനെ കൊണ്ടുവരാനോ കിട്ടാനോ ഒരാശ്രമത്തിൽ പോയാലും പുതിയ ബുദ്ധി കിട്ടില്ല. ഗുരുനാഥ കുറച്ച് ബുദ്ധി തരുമോ? പറ്റുമോ? സാക്ഷാൽ ശങ്കരാചാര്യ എടുത്ത് പോയാലും ബുദ്ധി കിട്ടുമോ? കിട്ടില്ല. നിനക്കുള്ള ബുദ്ധി പാകപ്പെടുത്തി എടുക്കാനേ പറ്റൂ. വേറെ വഴിയില്ല. നമ്മൾ ഇപ്പോൾ വീടുകളിൽ പൊതുവെ സൂചിയും നൂലും ഒന്നും ഇല്ല. കീറിയത് തുന്നുന്ന പരിപാടിയും ഇല്ല പൊതുവെ. അതെ, കീറുന്ന പരിപാടിയില്ല. കീറിയാൽ മാറ്റുകയായി, ഉടനെ മാറ്റി. കീറുന്നതിന് മുമ്പ് തന്നെ മാറ്റും. മുമ്പ് എല്ലാ വീട്ടിലും സൂചിയും നൂലും ഉണ്ടാവുമായിരുന്നു. ആ നൂല് സൂചിയിൽ കോർക്കുമ്പോൾ എങ്ങനെയാ കോർക്കുക? ആ നൂലിൻ്റെ അഗ്രഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തുക്കൾ എഴുന്ന നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അല്പം വെള്ളം കൂട്ടി ഒന്ന് വലിക്കും. ചില ആൾക്കാർ വായിലിട്ടൊരു വലിക്കലാണ്. അയ്യേ, എന്തൊരു കഷ്ടമാണ്. അങ്ങനെ ചെയ്യണൊരു കൂട്ടത്തിലുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ചെയ്യരുതേ. വായിലിട്ടൊരു വലി. പുസ്തകം പേജ് മറയ്ക്കണമെങ്കിൽ ഉടനെ. അതൊക്കെ ചെറുപ്പത്തിൽ ശീലിക്കേണ്ടത്, അല്ലാണ്ട് വലുതായിട്ട് മാറ്റാൻ പറ്റില്ല. അത് കണ്ടറിയാ വീട്ടിൽ ശീലിച്ചിട്ടുണ്ടോ ഇല്ലയോ. എങ്ങനെയാണ് വളർന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവും. പുസ്തകം മറയ്ക്കണമെങ്കിൽ ഉടനെ നാവിലേക്ക്. നോട്ടെണ്ണാൻ ഇപ്പം നല്ല കാലത്ത് നോട്ട് എണ്ണാണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ടിക്കറ്റ് മുറിക്കാൻ ഞാൻ ഒരു കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ടിക്കറ്റ് മാത്രം മതി കേട്ടോ. ആ ടിക്കറ്റേ ഉള്ളൂ സ്വാമി. അല്ല, ടിക്കറ്റ് മാത്രം മതി എന്ന് വീണ്ടും പറഞ്ഞു. അതെ, അയാൾ വിചാരിച്ചു ടിക്കറ്റും പൈസയും തന്നിട്ടുണ്ട് എന്നിട്ടാണ് പറയണത്. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു ടിക്കറ്റ് മാത്രം മതി, വേറൊന്നും വേണ്ട. ഇത് കുറേ ശ്രദ്ധ ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. കോവിഡ് കാലത്ത് നല്ല ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പോയി. ഇപ്പോൾ വീണ്ടും പഴയ പോയി. നമ്മൾ എന്തായാലും പഠിക്കില്ല. അതാണ്, അനുഭവങ്ങളെ കൊണ്ടും പഠിക്കില്ല. അതാണ് നമ്മുടെ സ്വഭാവം. കോവിഡ് വന്നപ്പോൾ എല്ലാവരും നല്ല മാന്യന്മാരായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയായി. അപ്പം നമ്മളാരും അങ്ങനെ ചെയ്യില്ല. നമ്മൾ വെള്ളം ഉപയോഗിച്ച് ആ നൂലിൻ്റെ അഗ്രം നല്ല അഗ്രപ്പെടുത്തി. അപ്പം അതേ സൂചിയിലേക്ക് അതേ നൂല് കയറി. ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. അഗ്രയായിരിക്കുന്ന ബുദ്ധി കൊണ്ടേ ആത്മദർശനത്തിലേക്ക് എത്താൻ പറ്റും. ഈ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഉപാസന. ഈ നൂല് കൂർപ്പിക്കുന്ന പരിപാടിയാണ് മന്ത്രോപാസന, ജപം, ക്ഷേത്രോപാസന എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകാഗ്രത, ഏകാഗ്രബുദ്ധി നേടുക. അപ്പം അതുകൊണ്ട് പുതിയ ബുദ്ധി സമ്പാദിക്കാൻ ആർക്കും പറ്റില്ല. ഉള്ളത് ഏകാഗ്രപ്പെടുത്താനേ പറ്റൂ. അത് ഉപാസനയിലൂടെയേ പറ്റൂ. ഉപാസാനിശിതം എന്നതുകൊണ്ട് ഉപനിഷത്ത് പറയും. ഉപാസാനിശിതം, ഉപാസന കൊണ്ട് നിശിതമാക്കണം. ബുദ്ധിയെ നിശിതമാക്കാൻ ഉപാസനയല്ലാതെ വേറെ വഴി ഇല്ല. രൂപം, നാമം,
ഇവയെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഏകാഗ്രത പരിശീലിക്കാം. ഇനി ഇത് രണ്ടിലും ശ്രദ്ധയില്ലാത്ത ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കാം. മൂക്കിൻ്റെ തുമ്പ്, പുരികങ്ങളുടെ മധ്യം, അല്ലെങ്കിൽ പുറമെയുള്ള ഏതെങ്കിലും ബിന്ദു. ഇതിനേക്കാളൊക്കെ എളുപ്പമാണ് നാമരൂപങ്ങളിൽ വിശ്വാസമുള്ള ആൾക്ക്. ഇപ്പോൾ മന്ത്രങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള ആൾക്ക് ഏറ്റവും സുഖമാണ്. മന്ത്രജപം ചെയ്താൽ മതി. ആ അത് ഇപ്പൊ കേശാദിപാത വർണ്ണനയൊക്കെ ഉണ്ട്. ഇപ്പൊ കേശാദിപാത വർണ്ണനയിൽ നമ്മൾ ഏകാഗ്രത വന്നോന്ന് ചോദിച്ചാൽ അത്രയെങ്കിലും ആയല്ലോ. 1000 വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഭഗവാന്റെ രൂപത്തിലേക്കെങ്കിലും ആയല്ലോ. പോരാ 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 ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഒരു തത്വത്തിൽ ഉറയ്ക്കണം, ഏക തത്വത്തിൽ ഉറയ്ക്കണം. പക്ഷെ അതിലെങ്കിലും ഉറച്ചു വെച്ചാൽ നല്ലത്. കാരണം ഇപ്പൊ 1000 വിഷയം പോയിട്ട് ഒരു വിഷയമായല്ലോ. അതെ, അത് തന്നെയാ പറഞ്ഞേ, വിചാരത്തിലേക്ക് തന്നെ പോണം. പക്ഷേ ആദ്യം ഇതിനൊന്ന് മെരുക്കണ്ടേ, മെരുക്കിയെടുക്കണ്ടേ. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മെരുക്കണ്ടേ, മെരുക്കിയെടുക്കണം. മെരുക്കിയെടുക്കൽ എളുപ്പമല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉപാസനയ്ക്ക് അനുകൂലമായ ജീവിത ചിട്ട പാലിക്കേണ്ടി വരും. അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ ക്രമീകരിക്കേണ്ടി വരും. ആഹാരവിഹാരാദികളൊക്കെ ക്രമീകരിക്കണം സാധനാ ജീവിതത്തിൽ. അങ്ങനെ ഉപദ്രവിക്കരുത് മനസ്സിനെ. അത് വേണ്ട, അതവനെ ക്ലേശിപ്പിക്കലാണ്. അത് വേണ്ട. പിണക്കാത്ത നല്ലത്, പിണക്കാണ്ട് കൊണ്ടുപോകണ നല്ലത്. പിണക്കി കഴിഞ്ഞാൽ വിഷമാ. പിണക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയന്ത്രണം കിട്ടിക്കൊള്ളണം എന്നില്ല. അവൻ തിരിച്ചടിക്കും ചിലപ്പോൾ. അത് മെരുക്കി കൊണ്ടുപോകണം നല്ലത്. എപ്പോഴും നല്ല ചുമലിൽ കൈയിട്ട് ഒന്നിച്ച് കൊണ്ടുപോകണതാ. ശത്രുവിനെ ആയാലും, ശത്രുവൊക്കെ തന്നെ സമ്മതിച്ചു, പക്ഷെ അവനൊന്ന് ചുള്ളു കൈയിട്ട് കൂടെ കൊണ്ടുപോയാൽ നല്ലതാ. ഡിപ്ലോമസിയാ നല്ലത്. ആ ആ ഒന്നും പറയില്ല. അത് ചെയ്ത് സ്വാഭാവികമായി നേരെ സ്വയം അറിയുക, അതേ ഉള്ളൂ. അത് അപ്പോ അയാൾ സംസാരത്തെ പ്രാപിക്കുന്നു. യസ്തു അഭിജ്ഞാനവാൻ ഭവതി അമനസ്കഃ അപ്രഗൃഹീത മനസ്കഃ അതല്ലേ വായിച്ചോ? സദൈവ നസരഥി തത്പൂർവോക്തമക്ഷരം തത്പരം പദം ആപ്നോതി തേന സാരഥിന. ആ ഡ്രൈവറെ കൊണ്ടുപോയി നമുക്ക് എത്താൻ പോകുന്നില്ല, ലക്ഷ്യത്തിലെത്തില്ല. പിന്നെ കേവലം കൈവല്യം നാപ്നോതി. കൈവല്യം പ്രാപിക്കില്ല എന്ന് മാത്രമല്ല, കൈവല്യം എന്ന് പറഞ്ഞാൽ കൈവല്യം കേവല ഭാവം, കലർപ്പില്ലാത്ത ഭാവം, അതാണ് കൈവല്യം. നമ്മൾ കൈവല്യം എന്ന് പറഞ്ഞാൽ ഉടനെ മോക്ഷം അങ്ങ് തർജ്ജമ ചെയ്തേക്കും. ശരിയാണ്, മോക്ഷമാണ് കൈവല്യം. പക്ഷേ കൈവല്യം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ മതി. കേവല ഭാവമാണ്. ഇപ്പം നമ്മൾ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങി പലതിനോട് ഞാനെന്ന് ചേർത്ത് വെച്ചിരിക്കുക. ഈ പലതിനോട് ചേർത്ത ഭാവം പോയിട്ട് കേവലനായതാൽ താൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ, ആത്മാ കേവലം. മറ്റതെല്ലാം ഉപാധികളാണെന്ന് മനസ്സിലാക്കി അവയെ മാറ്റി. ആ അവസ്ഥയാണ് കൈവല്യം. അതാണ് മോക്ഷം. ഒറ്റയ്ക്കാവുക, ഒറ്റയ്ക്കാവുന്നതാണ് മോക്ഷം. ഒറ്റയ്ക്കാവുന്നതാണ് മോക്ഷം. അപ്പൊ സംശയം വരാം, ഞാൻ സുഷുപ്തിയിലും ഒറ്റയ്ക്കാണല്ലോ, സുഷുപ്തിയിൽ ആരും കൂടെ ഇല്ലല്ലോ. അവിടെ സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട്, സുഷുപ്തിയിൽ ഒറ്റയ്ക്കല്ല.
അജ്ഞാനമുണ്ട്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ സുഷുപ്തി കൊണ്ട് മോക്ഷാവുമായിരുന്നു. അത് ശ്രദ്ധിക്കുക. അപ്പൊ കൈവല്യം പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംസാരം ജന്മ മരണലക്ഷണം അധികച്ഛതി, സംസാരത്തെ പ്രാപിക്കുന്നു. കുടിലായാം ഗതൗ, ഗതൗ എന്നീ ധാതുവിൽ നിന്നാണ് സംസാരം എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത്. ഗതിയോട് കൂടിയത്, കുടിലമായ ഗതിയോട് കൂടിയത്, വളഞ്ഞു പുളഞ്ഞ ഗതിയോട് കൂടിയത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം, അത് തന്നെ സംസാരം. വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും അമ്മയുടെ വയറ്റിൽ പോയി ജനിക്കുക, പിന്നെയും മരിക്കുക, ജനിക്കുക, അങ്ങനെ പോവാൻ. യസ്തു വിജ്ഞാനവൻ ഭവതി സ മനസ്കഃ സദാ ശുചിഃ സ തു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായത്തെ. യസ്തു വിജ്ഞാനവൻ ഭവതി സ മനസ്കഃ സദാ ശുചിഃ സ തു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായത്തെ. യസ്തു വിജ്ഞാനവാൻ ഭവതി, നേരത്തെ പറഞ്ഞു നേരെ വിപരീതം. നേരത്തെ അവിജ്ഞാനവാനാണ് പറഞ്ഞത്, ഇപ്പൊ വിജ്ഞാനവാൻ. വിജ്ഞാനിയായ സാരഥിയോടൊത്തവൻ, രഥചര്യ നിപുണൻ, പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും ശക്തൻ. സമനസ്കഃ, നല്ല പൂർണ്ണമായി മനസ്സിനോട് ചേർന്നവൻ. സങ്കല്പ വികല്പാത്മകമായ മനസ്സ് തൻ്റെ നിയന്ത്രണത്തിലുള്ളവൻ. അതുകൊണ്ട് തന്നെ സദാ ശുചി, എപ്പോഴും ശുചിയാണ്, ശുദ്ധിയാണ്. മറ്റവൻ സദാ ശുചിയാണ്, എപ്പോഴും അശുചിയാണ്. ഇത് ശുചിയാണ്. സഹ തത്പദമാപ്നോതി, അവൻ ആ പദത്തെ പ്രാപിക്കുന്നു. ഏതാണ് ആ പദം? യസ്മാത്, യാതൊന്നിൽ നിന്ന്, ഭൂയഃ, പിന്നെ, ന ജായതേ, പിന്നെ വീണ്ടും ജനിക്കേണ്ടതില്ലയോ, പിന്നെ പിന്തിരിയേണ്ടതില്ലയോ. ആ തൻ്റെ സ്വരൂപനിഷ്ഠയിൽ അവൻ ഉയരുന്നു, കൈവല്യത്തെ പ്രാപിക്കുന്നു, കേവലഭാവത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് മനസ്സിനെ നിയന്ത്രണത്തിൽ വയ്ക്കുക. വിജ്ഞാന സാരഥിയെ ഈ വണ്ടി ഓടിക്കാൻ ഡ്രൈവറാക്കിയിട്ട് വെക്കുക. എത്ര നല്ല വണ്ടിയായിട്ടും കാര്യമില്ല. നല്ല ഒന്നാം തരം വണ്ടിയാ, ഡ്രൈവർ മോശമാണെങ്കിലോ എവിടേക്കൊക്കെയാ കൊണ്ടുപോകാന്ന് കണക്കില്ല, എവിടെ കുത്തുന്ന അറിയില്ല, ഒന്നും അറിയില്ല. ആ, ഡ്രൈവറില്ലാത്ത വണ്ടിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കയറിയിട്ടില്ല, കണ്ടിട്ടുണ്ട്. അത് പോന്ന പോക്ക് കണ്ടിട്ടുണ്ട്. എന്താ പോക്ക്, ഡ്രൈവർ ഇല്ലാതെ. ടെസ്ല മാത്രമല്ല, വേറെ കമ്പനി ഇറക്കിയിട്ടുണ്ട്, വേറെ ഉണ്ട്. പക്ഷെ അത് ഉണ്ടാക്കാൻ ഒരാൾ വേണമല്ലോ. അതൊക്കെ വളരെ എളുപ്പമാണ് അതിനൊക്കെ ശരിയാക്കാൻ. യവൻ ഈ വണ്ടി, ഡ്രൈവർ ഇല്ലാത്ത വണ്ടി വലിയ കേമത്തരത്തിൽ പോയി എന്ന് വിചാരിച്ചോളൂ, രണ്ടു ഭാഗത്തും വരയില്ലാത്ത റോഡെത്തിയാലോ അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവൻ്റെ സ്ക്രീനിൽ ചോദ്യം വരും, എന്ത് ചെയ്യും, ആകെ പ്രശ്നമാവും. ഡ്രൈവർ ഇല്ലാത്തതിനിപ്പോൾ റോബോട്ടിക് സർജറി ഉണ്ട്, അതിൻ്റെ പിന്നിലൊരു മനുഷ്യനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഓർഗാനിക് ഇൻ്റലിജൻസ് ഉണ്ട്. അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുത്താൽ പോയി. വരും, വരാണതാ.
ആർട്ടിഫിഷ്യൽ മൈൻഡ് ഇപ്പം തന്നെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ മൈൻഡ് ഉണ്ടായിട്ട് കാലം കുറയായി. ഈ എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ട്. അതാണോ ഇതാണോ അത് 2 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് നമ്മളോട്. അത് മൈൻഡാണ് പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാവാം, ആർട്ടിഫിഷ്യൽ മൈൻഡ് ഉണ്ടാവാം, പക്ഷെ ആർട്ടിഫിഷ്യൽ അവയർനെസ്സും ഉണ്ടാവാം, അതും ഉണ്ടാവാം, പക്ഷെ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. അതുണ്ടാവില്ല. എവർക്ക് വല്ലതും ഉണ്ടോ? ഇതിനടിമയാവുന്ന മനുഷ്യനുണ്ടോ സാറ്റിസ്ഫാക്ഷൻ? ബാക്കി പോട്ടെ. ആർട്ടിഫിഷ്യൽ അവയർനെസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആർട്ടിഫിഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതൊന്ന് മാത്രമേ ഉള്ളൂ, കേവലം. അതൊക്കെ പ്രശ്നം തന്നെ. ഇതിൻ്റെയൊക്കെ വിഷമങ്ങൾ വലുതാണ്, വലിയ വിഷമങ്ങളാണ്. ഒരുപാട് അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി. അഹമ്മദാബാദ് എയർപോർട്ടിലാണ്. അപ്പോൾ അവിടെ ഈ റോബോട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. 2 റോബോട്ട് നിരന്തരം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വൃത്തിയായിട്ടാണ് തുടയ്ക്കണമെന്നാ, ഒരു അഴുക്കില്ല. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇത് കണ്ടിട്ട് നല്ലൊരു കൗതുകം. അങ്ങനെ 5-6 കുട്ടികൾ, ചെറുതാ, ഒരു 3.5 വയസ്സ്, 3 വയസ്സ്, 2.5 വയസ്സ്, 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇതിന് വട്ടം കൂടി. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ അൾട്രാവയലറ്റ്, അത് ലേസർ മിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അൾട്രാവയലറ്റ് ആണ്. അവിടെ ഈ കുട്ടികൾ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി അവിടെ നിൽക്കും, അപ്പോൾ റോബോട്ട് അവിടെ നിൽക്കും, റോബോട്ട് ബാക്കോട്ട് പോവും, എന്നിട്ട് ഇപ്പുറത്തേക്ക് വരാൻ നോക്കും. അപ്പോൾ കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അത് മഹാപകടമാണ്. മഹാപകടം വെച്ചാൽ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ച പോവും. ഈ കുട്ടികളുടെ അമ്മമാരോട് ഞാൻ പറഞ്ഞു, അവരവിടെ സുറച്ചിരിക്കുകയാണ്, ദയവിത് ആ കുട്ടികളെ അവിടുന്ന് മാറ്റൂ, അപകടമാണത്. എന്നാൽ ഇവരൊന്ന് ഗൗനിക്കണ്ടേ ഇങ്ങനൊരു മനുഷ്യൻ പറഞ്ഞു എന്ന്? അവരൊരു പുച്ഛത്തോടു കൂടി ഒന്ന് നോക്കി, യവനീ ടെക്നോളജി ഒന്നും അറിയില്ല എന്നുള്ള മട്ടിലൊന്ന് നോക്കി. ഈ കുട്ടികളുടെ കണ്ണിലേക്കാണ് അൾട്രാവയലറ്റ് രശ്മികൾ അടിക്കുന്നത്, കാഴ്ച പോവും. അപ്പോൾ ഇതിൻ്റെ കേന്ദ്ര കാര്യാലയത്തിൽ മനസ്സിലായി എന്ത്, ഈ വണ്ടി നിൽക്കുകയാണെന്നുള്ളത്. അവരോടി വന്നു, നല്ല തെറി പറഞ്ഞു കുട്ടികളുടെ അമ്മമാരെ. അപ്പം പിന്നെ അമ്മമാർ കുട്ടികളെയും പിടിച്ചിരുന്നു. ഞാനൊന്ന് ചിരിച്ചു. ഞാൻ ഈ അമ്മമാരെ നോക്കിയിട്ട് ആ തെറി കേൾക്കേണ്ട വല്ല ആവശ്യം അവർക്കുണ്ടോ? കാരണം മക്കൾക്ക് അറിയില്ല ഇതെന്താന്ന്. പാവങ്ങൾ, ഇത് അൾട്രാവയലറ്റ് രശ്മികളാണ്. അവനവിടെ നിൽക്കും, മണിക്കൂറുകൾ നിൽക്കും. അവൻ പോണെങ്കിൽ അവൻ്റെ വഴി ക്ലിയർ ആവണം. വഴി ക്ലിയർ ആവണമെങ്കിൽ കുട്ടികൾ മാറണം. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഗുണമുണ്ട്, ദോഷമുണ്ട്. എന്താവും എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഗുണം ഒരുപാടുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. എന്താ ചെയ്യുക, വലിയ പ്രശ്നമാണ്. ഗുണമുണ്ട്, ദോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നിൽ ഓർഗാനിക് ഇൻ്റലിജൻസ് ആണെന്നുള്ളത് ബോധം ഉണ്ടായാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അത് പിടുത്തം വിട്ടാലാണ് പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ ആരെയാ നിയന്ത്രിക്കുക?
ഇതിനൊക്കെ നിയന്ത്രണം വേണം. സർക്കാരുകൾക്ക് നിയന്ത്രണം വേണം. സർക്കാരുകൾ, ലോകത്തുള്ള എല്ലാ സർക്കാരുകളും നിയന്ത്രിക്കണം ഇതിനെ. ഏതുപോലെ ക്ലോണിങ് നിയന്ത്രിച്ചില്ലേ? ക്ലോണിങ് നിയന്ത്രിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? 1000 പിണറായി, 1000 ജയരാജനൊക്കെ ഉണ്ടായി കഴിഞ്ഞാലുള്ള സ്ഥിതി അപായല്ലേ? അല്ല, അപാരല്ലേ? അപായം എന്ന് പറഞ്ഞിട്ടില്ല, അപാരമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയതാണ്. സംസാരത്തെ പ്രാപിക്കും. എന്നാൽ വിജ്ഞാനവാനായി സമനസ്കനായി ശുചിയായാലോ ആ പരമപദത്തെ പ്രാപിക്കും. യസ്മാത് ഭൂയഃ ന ജായതേ. നോക്കൂ, യസ്തു ദ്വിതീയഃ വിജ്ഞാനവാൻ ഭവതി വിജ്ഞാനവത് സാരഥ്യുപേതോ രഥി വിദ്വാൻ ഇത്യേതത്. വിജ്ഞാനവാനായ സാരഥിയോട് കൂടിയവനായിട്ട് തീരുന്നുവോ യുക്തമനാഹ സമനസ്കഃ തതയേവ സദാ ശുചിഃ സതു തത്പദമാപ്നോതി. യസ്മാത് ആപ്താത് പദാത് അപ്രച്യുതഃ സൻ ഭൂയഃ പുനഃ ന ജായതേ സംസാരേ. വ്യക്തം. അർത്ഥം പറയേണ്ട ആവശ്യമില്ല. അത്ര മലയാളത്തിൽ പറയുന്ന പോലെ ലളിതമായിട്ടാണ്, ഇല്ലേ? യാതൊരുവൻ രണ്ടാമൻ വെച്ചാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഭിന്നനായവൻ വിജ്ഞാനവാനായിരിക്കുന്നു. വിജ്ഞാനവ സാരഥ്യുഭേദ രഥി വിദ്വാൻ. യുക്തമനസ്കനായിട്ട് സമനസ്കനായിട്ട് അവൻ എപ്പോഴും ശുചിയായിരിക്കുന്നു. അയാൾ ആ പദത്തെ പ്രാപിക്കുന്നു. യസ്മാത് ആപ്താത് പദാത് അപ്രച്യുത. ആ പദത്തിൽ നിന്ന് പിന്നെ ഒരിക്കലും പ്രച്യുതി വരുന്നില്ല, ഇളക്കം വരുന്നില്ല. ഭൂയഃ പുനഃ ന ജായതേ സംസാരേ. പിന്നെ സംസാരത്തിൽ അവൻ വീണ്ടും ജനിക്കുന്നില്ല. ഇതാണ് രഥരൂപകൽപ്പനയുടെ ഫലമായിട്ടുള്ള നിരൂപണം. ഇനി അതിൽ ഒരു മന്ത്രം കൂടിയുണ്ട്, അത് നമുക്ക് അല്പം കഴിഞ്ഞ് നോക്കാം. ആ മന്ത്രത്തിൽ നമ്മൾ ഇന്ന് ഇത് നിർത്തും. പിന്നെ ചോദ്യോത്തരം കഴിഞ്ഞ് നമുക്ക് ഒരു 3 മണിക്ക് ഉപസംഹരിക്കാം. 3 മണിക്ക്. അപ്പം ഇതിൽ 1-ാം അധ്യായം 3-ാം വല്ലി 9-ാം മന്ത്രത്തിൽ നിർത്തും. 1, 3, 9. ഒരു വല്ലി പോലും കഴിഞ്ഞില്ല. അത് സാരമല്ല, നേരെ പകുതിയായി. പകുതി അടുത്ത പ്രാവശ്യം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.